ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ദാനിയേൽ ഉത്കൃഷ്ട മാനസനായിരുന്നു എന്നും അറിവുള്ളവനായിരുന്നു എന്നും ബുദ്ധിയും സ്വപ്ന വ്യാഖ്യാനയും ഉള്ളവനായിരുന്നു നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നമ്മെ വിളിച്ച ദൈവവും ഇതുപോലെ ദാനിയേലിനെ പോലെ തന്നെ കൃപയും മഹത്വവും ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും എല്ലാം നൽകി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. കണ്ണിന് കാഴ്ച നൽകി, ചെവിക്ക് കേൾവി നൽകി, ഓർമ്മശക്തി നൽകി അനുഗ്രഹിച്ച് നടത്തുകയല്ലേ. അപ്പോൾ ദൈവം ദാനിയേലിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും നല്ലവനായി കൂടെയുണ്ട്. ദാനിയേലിനെ സംബന്ധിച്ച് അവൻ്റെ സ്വന്തക്കാരോ വീട്ടുകാരോ ഭവനത്തിലെ പ്രിയപ്പെട്ടവരോ സഭക്കാരോ ഒന്നും കൂടെയില്ല. മറ്റൊരു രാജ്യത്ത് അടിമയാണ്. പക്ഷേ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയായിരുന്നാലും നാം വിശുദ്ധനായിരിക്കുക എന്നുള്ളത് എങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്? സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ വിശുദ്ധനായിരിക്കുക, ഭക്തനായിരിക്കുക നമുക്ക് എളുപ്പമാണ്. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എങ്ങനെയിരിക്കുന്നു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. ഇവിടെ ദാനിയേലിന് സാഹചര്യം പ്രതികൂലമാണ്. അപ്പോഴും അവൻ ഭക്തനായിരുന്നു, അല്ലേ? ആഹാര സാധനങ്ങൾ കൊണ്ട് അവനെ അശുദ്ധനാക്കിയില്ല. ഉപദേശവിശുദ്ധിയിൽ അവൻ നിന്നു. ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. കൂട്ടാളികളെയും അതിനുവേണ്ടി ഉത്സാഹിപ്പിച്ചു. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയരെ, ഇന്നും ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നാമും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ ഭക്തിയെ തെളിയിച്ചുകൊണ്ട് വിശുദ്ധിയിൽ നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്കും അറിവും കഴിവും ജ്ഞാനവും ബുദ്ധിയും ഓർമ്മശക്തിയും നൽകി, കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിയും ഓർമ്മശക്തിയും നൽകി, കിടപ്പിലാകാതെ കിടപ്പ് രോഗിയാകാതെ എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടെ ആരോഗ്യത്തോടെ നിൽപ്പാൻ ദൈവം കൃപ നൽകി സഹായിക്കും. കർത്താവ് വലിയവനാണ്. അവൻ്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. അവൻ്റെ ചെവി ഇന്നും മന്ദമായിട്ടില്ല. ആ ദൈവം നമ്മളെ കരം പിടിച്ച് നടത്താൻ ശക്തനാണ്. അത് വിശ്വസിച്ച് സ്തോത്രം ചെയ്യുന്നെങ്കിൽ ദാനിയേലിനെ മറ്റൊരു ദേശത്ത് അഭിമാനത്തോടെ ഉയർത്തി മാനിച്ചെങ്കിൽ ആ ദൈവം നമ്മളെയും ഉയർത്തുകയും മാനിക്കുകയും ചെയ്യും എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യട്ടെ. കർത്താവ് ഈ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ.